ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരത്തെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര ഹർമ്മി ആത്മീയതയുടെ 233 സെഷനാണല്ലോ ഇത്. 7-ാം സദനത്തെക്കുറിച്ചുള്ള 7-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. 7-ാം സദനത്തെക്കുറിച്ച് സന്ദർശിച്ച് നൽകുന്നതായ 4 അധ്യായങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ആത്മീയ വിവാഹത്തെക്കുറിച്ചാണ് ഈ അധ്യായം പങ്കുവെക്കുന്നത്. ആത്മീയ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ശാരീരിക തലത്തിലുള്ള വിവാഹം, ഭൗമികമായ വിവാഹത്തിൻ്റെ ഉദാഹരണമാണ് ഉപയോഗിക്കുന്നത്. ആത്മീയമായ തലത്തിൽ സംഭവിക്കുന്ന ദൈവ ഐക്യത്തെപ്പറ്റി വിശദീകരിക്കാൻ. എങ്കിൽ പോലും അമ്മയുടെ പറയുകയായിരുന്നു, ശരീരമേഖലയിലുള്ള അനുഭവങ്ങളുമായിട്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകരുത് ഈ വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ്. ഇവിടെ ശരീരത്തിൻ്റെ കാര്യമേ ഓർക്കേണ്ടതില്ലെന്ന് ധരിച്ചു കൊള്ളണം. ആത്മാവ് ശരീരബന്ധം വെടിഞ്ഞ കേവലമായ തേജസ്സാണെന്ന് തന്നെ കരുതിക്കൊള്ളുക. ശരീരത്തിൽ തന്നെയാണ് വസിക്കുന്നതെങ്കിൽ പോലും ആത്മാവ് അരൂപിയാണ്. അത് ശരീരത്തിൻ്റെ ഗേഹത്തിലാണെങ്കിലും ശാരീരികമല്ല അതിൻ്റെ അവസ്ഥയും സ്വഭാവവും പ്രവർത്തനങ്ങളും അനുഭവങ്ങളും എല്ലാം എന്നാണ്. ആത്മീയ വിവാഹവും ശരീരവുമായി അത്രയും പോലും ബന്ധമില്ല. അപ്പം ആത്മാവും ശരീരവും തമ്മിൽ എന്തുമാത്രം അന്തരമുണ്ടല്ലോ, വ്യത്യാസമുണ്ടോ, അതേ രീതിയിൽ തന്നെ ഇവിടെ പറയുന്ന ആത്മീയ വിവാഹവും സാധാരണ വിവാഹവും തമ്മിൽ അത്ര വലിയ അന്തരമുണ്ട്. ആത്മാവിൻ്റെ ഏറ്റവും അന്തർസ്ഥിതമായ കേന്ദ്രത്തിലാണ് നിഗൂഢമായ ആ ഐക്യം നിർവഹിക്കപ്പെടുന്നത്. ആത്മാവിൻ്റെ ഏറ്റവും അന്തർസ്ഥിതമായ കേന്ദ്രത്തിലാണ് നിഗൂഢമായ ഐക്യം. സാധാരണ വിവാഹത്തിൽ ശരീരങ്ങൾ തമ്മിൽ ചേരുന്നു, ഒന്നാകുന്നു, അങ്ങനെയുള്ള ബാഹ്യമായ പല അവയവപരമായ ഐക്യപ്പെടലും കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. പക്ഷെ ഇവിടെ ആത്മാവിൻ്റെ വളരെ അന്തർസ്ഥിതമായ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ഒരു ഐക്യത്തിൻ്റെ അനുഭവമാണിത്. അത് തന്നെ ആയിരിക്കണം ദൈവത്തിൻ്റെ അധിവാസ സ്ഥാനം. അത് തന്നെ ആയിരിക്കണം. അതായത് 7-ാം സദനം. അപ്പോൾ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ് ദൈവത്തിൻ്റെ വാസസ്ഥാനം. അപ്പോൾ അവിടെയാണ് മണവറ, അവിടെയാണ് ആത്മാവ് ചെന്ന് കയറി ദൈവമായിട്ട് ഒന്നാകുന്നത്. അതിൽ പ്രവേശിക്കാൻ വാതിലൊന്നും ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിൻ്റെ വാസസ്ഥാനത്തെക്കുറിച്ച് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പെട്ടെന്ന് ചിന്ത മനസ്സിൽ വരുന്ന വാതിൽ അതിലേക്ക് കയറാൻ വേണ്ടേ. അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയാണ് വാതിൽ, പ്രാർത്ഥന വഴിയാണെന്ന് കയറുന്നതും നടക്കുന്ന പ്രക്രിയ, അതും പ്രാർത്ഥന തന്നെയാണ്. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ ഈ 7-ാം സദന മണവറയിലേക്ക് കയറാനായിട്ട് വാതിലൊന്നുമില്ല, അതിനാവശ്യമില്ല. വാതിൽ ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത്, ഇതുവരെ വിവരിച്ചതെല്ലാം ഇന്ദ്രിയങ്ങളും ആത്മീയ ശക്തികളും വഴിയാണ് വന്നിട്ടുള്ളതെന്ന് പ്രത്യക്ഷമായതുകൊണ്ടത്രേ. ഇതുവരെ വിവരിച്ചല്ല. ഇന്ദ്രിയങ്ങളും ആത്മശക്തികളും അങ്ങനെയുള്ള പല കാര്യങ്ങൾ, പരിചാരകർ, നമ്മുടെ ആഭ്യന്തര കർമ്മത്തിനകത്തുള്ള നമ്മുടെ സിദ്ധികൾ, ഫാക്കൽറ്റീസ്, അവയുടെ സഹായവും ഒക്കെ വഴിയായിട്ടാണ് നമ്മൾ കയറി വന്നത്. കർത്താവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഈ അവസാന ദർശനവും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാൽ ആത്മീയ വിവാഹത്തിൽ സംഭവിക്കുന്ന തികച്ചും വ്യത്യസ്തമാണ്. കർത്താവ് ആത്മാവിൻ്റെ കേന്ദ്രത്തിൽ പ്രത്യക്ഷനാകുന്നു. ആ ദർശനം ഭാവനാപരമല്ല, ബൗദ്ധികമത്രേ. തൊട്ട് മുമ്പ് ഈശോ തൻ്റെ ദിവ്യമായ മനുഷ്യത്വത്തിൽ ഭാവനാപരമായ ദർശനം കൊടുത്തുകൊണ്ട് ഇടപെടും, ചില സംശയങ്ങൾ തീർക്കാനും വ്യക്തത കൊടുക്കാനെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയുകയാണ്, ഈ വിവാഹത്തിൻ്റെ അനുഭവത്തിലേക്ക് ശരിക്കും കടന്നു കഴിയുമ്പോൾ കടക്കുന്നിടത്ത് ഒരു വാതിൽ പോലും ആവശ്യമില്ല, അത് അതിനപ്പുറമാണ്. മനസ്സിലായ ഒരു വചനരംഗം ഇവിടെ അവതരിപ്പിക്കുകയാണ്. കർത്താവ് ആത്മാവിൻ്റെ കേന്ദ്രത്തിൽ പ്രത്യക്ഷനാകുന്നു. ആ ദർശനം ഭാവനാപരമല്ല, ബൗദ്ധികമത്രേ. പക്ഷേ മുമ്പ് പറഞ്ഞതിനെ എല്ലാം അതിശയിക്കുന്ന സൂക്ഷ്മത ഇതിനുണ്ട്. വളരെ സൂക്ഷ്മമായ വിശദാംശങ്ങളും അനുഭവ സവിശേഷതകളുമായിട്ടാണ് ഈ ഒരു ദർശനം. ഭൗതിക മേഖലയിലാണ്, നമ്മുടെ ബുദ്ധിയുടെ തലമല്ല, ആത്മാവിൻ്റെ ഫാക്കൽറ്റീസിൻ്റെ മേഖലയിലെ ഭൗതിക ദർശനത്തിൻ്റെ തലമാണ് ഇതിനുണ്ട്. നിങ്ങൾക്ക് സമാധാനം എന്നല്ല ചെയ്തുകൊണ്ട് യോഹന്നാൻ 20:21 അവിടുന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് വാതിൽ വഴി പ്രവേശിച്ചല്ലല്ലോ. വാതിലുകൾ അടച്ചിരിക്കെ ഈശോ അപ്പസ്തലന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സമാധാനം ആശംസിച്ച ആ വചന സംഭവമാണ് മദ്രസ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു നിമിഷത്തിനുള്ളിൽ ദൈവം ആത്മാവിനെ ബോധിപ്പിക്കുന്ന രഹസ്യത്തിൻ്റെ അവഗാഹവും അനുഗ്രഹത്തിൻ്റെ അമൂല്യതയും തൽഫലമായി അവൾ അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ പാരമ്യവും പരിഗണിക്കുമ്പോൾ അവയ്ക്കെല്ലാം സമുചിതമായ ദൃഷ്ടാന്തം പറയാൻ എനിക്ക് കഴിവില്ല. 3 കാര്യങ്ങൾ മദ്രസ ഇവിടെ എടുത്തു പറയുകയാണ് ഈ ഒരു മണവറ അനുഭവത്തിൽ. ഒന്ന്, ഒരു നിമിഷത്തിനുള്ളിൽ ഈശോ അങ്ങ് പ്രത്യക്ഷനാകുന്നു.
അല്ല ഈശോ മുമ്പിലേക്ക് ആത്മാ കടന്നു ചെല്ലുന്നു, അത് വാതിൽ വഴിയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ആവശ്യം പോലും ഇല്ല. കാരണം ഉത്തിതനായ ഈശോ വാതിൽ അടച്ചിരിക്കുക, അകത്ത് വന്ന് പറഞ്ഞ സംഭവം അത് സൂചിപ്പിക്കുകയാണ്. പക്ഷെ ഇവിടെ അനുഭവം എന്താണ്? 3 കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഒരു നിമിഷത്തിനുള്ളിൽ ആത്മാവ് ഈ ദർശനം കിട്ടുമ്പോൾ ഗ്രഹിക്കുന്ന രഹസ്യത്തിൻ്റെ അവഗാഹം, ദൈവികമായ കാര്യങ്ങൾ ഇങ്ങനെ വലിയ ആഴത്തോടെ അവഗാഹതയോടെ ഗ്രഹിക്കുകയാണ്. അതിൻ്റെ ആഴം അതൊന്ന്. രണ്ടാമത്തേത്, അനുഗ്രഹത്തിൻ്റെ അമൂല്യത, ലഭിക്കുന്ന കൃപ, അനുഗ്രഹം അത് എത്ര അമൂല്യമാണ്. ഒരു തരത്തിലും അത് സ്വന്തമാക്കാനും പറ്റുകയില്ല, വിലമതിക്കാനും പറ്റുകയില്ല, വില കൊടുത്ത് വാങ്ങാനും പറ്റുന്ന കാര്യമല്ല. അങ്ങനെയുള്ള കാര്യം കിട്ടുന്ന അങ്ങനത്തെ അത്ര വലിയ അനുഗ്രഹം കിട്ടുന്നത്. മൂന്നാമത്തേത്, തൽഫലമായി അവൾ അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ പാരമ്യം, ആനന്ദ പാരമ്യ അവസ്ഥ അങ്ങനെ അനുഭവിക്കുകയാണ്. അപ്പം ഇത് മൂന്നും പരിഗണിക്കുമ്പോൾ അവയ്ക്കെല്ലാം സമുചിതമായൊരു ദൃഷ്ടാന്തം പറയാൻ എനിക്ക് കഴിവില്ല. എനിക്ക് ഉദാഹരണമൊന്നും ഇതിനപ്പുറം പറയാൻ പറ്റുന്നില്ല. ഇതിനേക്കാൾ അപ്പുറം ഭൂമിയിലെ വിവാഹത്തിൻ്റെ മണവറയുടെ മണവാണം മണവാട്ടി ഒന്നാകുന്നതിൻ്റെ അനുഭവത്തെക്കാളും അതിനേക്കാളും മറികടക്കുന്ന ഒരു ഉദാഹരണം നമുക്ക് ചുറ്റും നോക്കുമ്പോൾ പറയാനായിട്ടില്ല. പാട്ടുകളുടെ പാട്ട് എന്ന പുസ്തകം ബൈബിളിൽ എന്തുകൊണ്ടാണ് വിശുദ്ധരായ ആത്മീയ പിതാക്കന്മാർ നിലനിർത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പം നമുക്ക് തിരിയുന്നുണ്ട്. അത് ദൈവവും ആത്മാവും തമ്മിലുള്ള ഒന്നാകലിൻ്റെ ഒരു പങ്കുവെക്കലിൻ്റെ ഒരു പരിശ്രമമാണ്. അതുകൊണ്ടാണത് അത്രയും ശാരീരികമായ സ്നേഹത്തിൻ്റെ വിവരണങ്ങളും പ്രേമവാക്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും അതൊരു എന്തെങ്കിലും വില കുറഞ്ഞതോ തരം താഴ്ന്നതോ അല്ലെങ്കിൽ അശുദ്ധോ അഴുക്കോ ഒന്നായിട്ട് കരുതാതെ ആത്മീയ അനുഭവമുള്ള പിതാക്കന്മാർ വെച്ചുകൊണ്ടിരുന്നത് മദ്രസയെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും പറ്റിയ ഉദാഹരണം, വലിയ ഉദാഹരണം പറയാൻ പറ്റുന്നത് ഇത് തന്നെ നമ്മൾ പറയണം. ഇതിനേക്കാളും ഉചിതമായൊരു ദൃഷ്ടാന്തം പറയാൻ എനിക്ക് കഴിവില്ല. സകല ദർശനങ്ങളെയും ആത്മീയ ആനന്ദങ്ങളെയും തുലവും അതിശയിക്കുന്ന വിധം സ്വർഗത്തിലുള്ള മഹിമപ്രതാപത്തിൻ്റെ അനുഭൂതി ആ നിമിഷത്തിൽ ആത്മാവിന് നൽകുവാൻ കർത്താവ് തിരുമനസ്സാകുന്നു എന്ന് മാത്രം പറഞ്ഞു വെക്കാം. അപ്പോൾ സ്വർഗത്തിലെ കാര്യങ്ങൾ, സ്വർഗീയ അനുഭവങ്ങൾ, സ്വർഗീയ ആനന്ദം ഒരു തരത്തിൽ വിവരിക്കാൻ മേലാത്ത രീതിയിൽ ആത്മാവിന് ദൈവം അനുഭവത്തിൽ കൊടുക്കുന്നു. അത്ര പറഞ്ഞാൽ നിൽക്കുകയാണ്. നമ്മൾ പറയുകയാണ് ആത്മാവ്, അതായത് ഈ ആത്മാവിൻ്റെ മാനസികമായ അംശം, തേജസ്, സ്പിരിറ്റ്. അപ്പം ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ഭാഗം കുറച്ചുകൂടെ ദൈവത്തോട് നിരന്തരം ചേർന്ന് നിൽക്കുന്നത് ചേതസ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തേജസ് എന്ന് പറഞ്ഞു തോന്നുന്നു. ചേതസ്, സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന ഭാഗം ആ ദൈവത്തിൽ ഒന്നായി തീർന്നിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഗ്രഹിക്കത്തക്ക ഭാഷയിൽ ഒന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ചേതസ് എന്ന് പറയുന്ന, സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഭാഗം ദൈവത്തിൽ ഒന്നായിട്ട് ചേർന്ന് ഇരിക്കുന്നു. ആ അനുഭവത്തിലാണ്. അതിനപ്പുറം ഒന്നും പറയാൻ പറ്റുന്നില്ല. ദൈവവും ആത്മാവിനെ പോലെ ചേതസ് ആകയാൽ, സ്പിരിറ്റ് ആകയാൽ നമ്മുടെ നേർക്ക് തനിക്കുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ അവിടെ തിരുമനസ്സായി. അപ്പം അവിടുന്ന് സ്പിരിറ്റാണ്. അവിടെ നമ്മുടെ സ്പിരിറ്റിലാണ്, ചേതസ്സിലാണ് അവിടുന്ന് തൻ്റെ സാന്നിധ്യം ഏറ്റവും സാധ്യമായ രീതിയിൽ നമ്മൾ ഈ ശരീരത്തിലായിരിക്കും വെളിപ്പെടുത്തുന്നത്. നാം അവിടുത്തെ മഹിമയെ സ്തുതിക്കുവാൻ വേണ്ടി ഏതാനും വ്യക്തികൾക്ക് ആ സ്നേഹത്തിൻ്റെ പാരമ്യം അനുഭൂതമാക്കിക്കൊണ്ടാണ് ആ ആവിഷ്കരണം താൻ നിർവഹിച്ചത്. അവിടുത്തെ സ്തുതിക്കാൻ വേണ്ടി. നേരത്തെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ അനുഭവങ്ങളെല്ലാം കിട്ടണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള അനുഭവം ചില വ്യക്തികൾക്ക് അവിടുന്ന് ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുവദിച്ചു കൊടുക്കുന്നു എന്ന വഴിയായിട്ട് ദൈവത്തിൻ്റെ നന്മയും ഔദാര്യവും സ്നേഹകരുതലും നമ്മുടെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ സാദൃശ്യഛായയിലുള്ള സൃഷ്ടിയിൽ അവിടുന്ന് കാണിച്ച നമ്മളുള്ള വലിയ സന്മനസ്സും എന്തുമാത്രം എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തെ സ്തുതിക്കാനെങ്കിലും നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ മഹിമയെ സ്തുതിക്കാൻ വേണ്ടിയാണ് ഏതാനും വ്യക്തികൾക്ക് ഈ സ്നേഹത്തിൻ്റെ പാരമ്യം അനുഭൂതമാക്കിക്കൊണ്ട് ഈ ആവിഷ്കരണം നിർവഹിച്ചത്. അഭേദ്യമായ ബന്ധത്താൽ ഒന്നിച്ച 2 ആളുകൾ എന്ന വിധമാണ് സൃഷ്ടിയുമായി ഒന്നിക്കാൻ അവിടെ തിരുമനസ്സായിരിക്കുന്നത്. അഭേദ്യമായ ബന്ധത്താൽ ഒന്നിച്ച 2 ആളുകൾ. വീണ്ടും വിവാഹത്തിൻ്റെ ഉദാഹരണം തന്നെയാണ്. പുരുഷനും സ്ത്രീയും അവർ രണ്ടും ഒന്നായി തീരുന്നു. ദൈവം യോജിപ്പിക്കുന്നതാണ്. മനുഷ്യൻ വേർപെടുത്തരുത്. വേർപെടുത്താൻ പറ്റാത്തിൻ്റെ ഒന്നായി തീർന്നിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ വചനത്തിൽ കാണും, നമുക്കറിയാം. ഭേദ്യമായ മരണം കൊണ്ട് മാത്രമേ അത് മാറുകയുള്ളൂ, ആ ഒരു ബന്ധം എന്ന് പറയുന്ന പോലെ. അപ്പം അഭേദ്യമായ ബന്ധത്താൽ ഒന്നിച്ച 2 ആളുകൾ എന്ന വിധമാണ് സൃഷ്ടിയുമായി ഒന്നിക്കാൻ അവിടെ തിരുമനസ്സായിരിക്കുന്നത്. അവിടുന്ന് വേറെ പിരിയുവാൻ അവിടുന്ന് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഇനി അവിടുന്ന് വേറെ പിരിയാൻ അവളെ ഇട്ടിട്ട് പോകാൻ അവിടുന്ന് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. 4-ാമത്തെ കണ്ണിക,
ആത്മീയ വിവാഹത്തിനുള്ള വാഗ്ദാനം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതാണ് 6-ാം വചനത്തിൽ കണ്ടത്. അത് പലപ്പോഴും ഭേദിക്കപ്പെടാറുണ്ട്. വാഗ്ദാനം നടത്തി കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതെ പോകുന്ന സംഭവം ധാരാളമുണ്ട്. വിവാഹം നടത്താനായിട്ട് വരുമ്പോൾ തന്നെ നീ ഇയാളെ സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്വീകരിക്കുന്നില്ലെന്ന് വേണേൽ പറയണ സാധ്യതയെങ്കിലും ടെക്നിക്കലും ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ 6-ാം വചനത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും വന്നാൽ അത് പിന്നെയും നഷ്ടപ്പെട്ടു പോകാം, വിട്ടുപോകാം, ഭേദിക്കപ്പെടാറുണ്ട് ആ ഒരു വാഗ്ദാന ഉറപ്പ്. അതിൻ്റെ ബന്ധം അത്രയേ ഉള്ളൂ. ബന്ധം, യൂണിയൻ എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്നതാണെങ്കിലും അവയ്ക്ക് തമ്മിൽ വേർപിരിയുവാനും സ്വന്തം നിലയിൽ തുടരുവാനും സാധ്യതയുണ്ട് എന്ന് തീർച്ചയായും പറയുകയാണ്. ബന്ധം, യൂണിയൻ, ഒരുമ, ഒന്നാകല്, രണ്ട് കാര്യങ്ങൾ ഒന്നാക്കുന്നതാണല്ലോ. ഒന്നായി തീരുമ്പോഴാണല്ലോ ബന്ധം എന്ന് പറയുന്നത്. അത് എത്ര ഒന്നാന്ന് പറഞ്ഞാലും വീണ്ടും വേർതിരിയാം. അങ്ങനെ സംഭവിക്കുക സാധാരണവുമാണല്ലോ. അത് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് തന്നെ പിരിഞ്ഞു പോകുന്ന എന്തോ സാധാരണ സംഭവിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഈ അനുഗ്രഹം, വിവാഹ നിശ്ചയം പെട്ടെന്ന് അവസാനിക്കുന്നു. അതിനുശേഷം അവിടുത്തെ സഖ്യമില്ലാതെ, അതായത് അനുഭൂതമായ സഖ്യമില്ലാതെ ആത്മാവ് തനിച്ചാകുന്നു. വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് നടന്നു, അത് അടുത്തേക്ക് വരെ പോകണം. ആത്മീയ വിവാഹം എന്ന മഹത്തായ അനുഗ്രഹത്തിൽ അങ്ങനെയല്ല. അവിടെ ആത്മാവ് സ്വനാഥനായ ദൈവത്തോടൊന്നിച്ച് ആ കേന്ദ്രത്തിൽ സദാ വസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പിന്നെ ഇട്ടിട്ട് പോകുന്ന അല്ല മാറിപ്പോകുന്ന രീതിയല്ല, അത് വേർപിരിഞ്ഞു പോകുന്ന രീതി. സദാ അവിടുന്ന് ആത്മാവിൻ്റെ ഉള്ളറയിൽ വസിക്കുന്നത് ആത്മാവ് അനുഭവിക്കുന്നു. ആത്മാവാകട്ടെ ദൈവത്തോട് ചേർന്ന് സദാ വസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉദാഹരണം മധ്യസ്ഥ പറയുകയാണ്, അതിനു മുമ്പുള്ള ബന്ധം രണ്ട് മെഴുകുതിരികളുടെ അഗ്രങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്ന പോലെയാണെന്ന് പറയാം. രണ്ട് മെഴുകുതിരി ഉദാഹരണത്തിൽ പറയുകയാണ്. അവയുടെ വെളിച്ചം ഒന്നായി തീരുന്നു. തിരിയും മെഴുകും വെളിച്ചവും ഒന്ന് മാത്രം അങ്ങനെ ചേർന്നു. പിന്നീട് ഒരു മെഴുകുതിരി മറ്റതിൽ നിന്ന് വേർപെടുത്താവുന്നതാണ്. അപ്പോൾ വീണ്ടും രണ്ട് മെഴുകുതിരികളായി തീരും. തിരി മെഴുകിൽ നിന്ന് വേർതിരിച്ചെടുക്കാനും പറ്റും. അവ രണ്ടും കത്തുന്ന തിരികൾ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു നാളമേ ഉള്ളൂ. ഒന്നിച്ച് കത്തുകയാണ്, ഒന്നാം തോന്നിപ്പോകും. എങ്കിലും അടിസ്ഥാനപരമായിട്ട് അവ ആന്തരികമായിട്ട് രണ്ടാണ്. ആ തിരികളെ വേദനിച്ച് കഴിയുമ്പോൾ രണ്ടായിട്ട് കത്തും എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. വിവാഹ വാഗ്ദാനത്തിൻ്റെ ആ സ്ഥലത്തിൽ, ആ അവസ്ഥയിൽ നിൽക്കുന്ന ഐക്യത്തിന്, ഒന്നാകലിന്, 6-ാം വചനത്തിലത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് അത് കൂടുതൽ ആഴപ്പെട്ടത്? പിന്നെ വേർതിരിക്കാൻ മേലാത്തവർ ഒന്നാകലാണ്. അതിന് ഉദാഹരണം തുറന്ന് പറയുന്നത് നമുക്ക് അടുത്ത ശ്രദ്ധിക്കാം. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരൻ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.